കുറ്റം ചെയ്ത ആളിനെയാണല്ലോ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ ജനയുഗം എഴുതിയിട്ടുണ്ടല്ലോ മുഖപ്രസംഗം. ഒരു വാചകം മാത്രമാണ് കൊടുക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യത്തിന്. തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കിയെന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന്. പക്ഷേ യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനല്ലേ? അടുത്ത ചോദ്യം അതാ. തൃശ്ശൂരിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. കെ കരുണാകരൻ മത്സരിച്ചു, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അദ്ദേഹം പരാജയപ്പെട്ടവർ ജയിച്ചത് വി രാഘവനാണ്. ഇവിടെ സുനിൽകുമാർ അല്ല ജയിക്കുന്നത്, ഇവിടെ ജയിച്ച BJP. അപ്പോൾ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി BJPക്ക് കൊടുത്തു. അതാ ഞങ്ങളുടെ പരാതി. കോൺഗ്രസിൻ്റെ വോട്ട് കുറേ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പൂരം കലിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ട് UDFൻ്റെ കോട്ടയിൽ നിന്നാണല്ലേ കൂടുതൽ പോവുക. KPCയുടെ റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കുക. കാരണം ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. പരാതി എന്നെക്കുറിച്ചേ ഉള്ളൂ എനിക്ക്. ഞാൻ അവിടെ പോയിട്ട് വെറുതെ നിന്ന് കൊടുത്തു, അതാണ് എന്നെക്കുറിച്ച് എനിക്കുള്ള പരാതി. പിന്നെ ഇതിനെ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടി വയ്ക്കുന്നതിനാ പരാതി. അല്ല, ഞങ്ങൾ പറയേണ്ട പല കാര്യങ്ങൾ അൻവറിനെ പോലുള്ളവർ പറയുന്നുണ്ടല്ലോ. ഇനി ഞങ്ങൾക്ക് സമരം നടത്തേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ തുടങ്ങുകയാണ് 24-ാം തീയതി മുതൽ. റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചാലേ ഞാൻ അംഗീകരിക്കില്ലേ എന്ന് പറയാൻ പറ്റൂ. എനിക്ക് പരാതിയില്ല, ഞാൻ പരാതിക്കാരനല്ല. ഞാൻ പരാതി എന്നെക്കുറിച്ചേ ഉള്ളൂ. എനിക്ക് എന്തിന് സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്നത്. ഏതാ? അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട്. അത് ഈ ഇലക്ഷൻ കാലത്ത് ഇപ്പം നമ്മളൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തിഹത്യ നടത്തരുത്. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ ഇത്രയേറെ തിരിച്ചടി LDFനുണ്ടായത്. ഇപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതെ, പിണറായിയാണ് അതിൻ്റെ പിന്നിൽ. പിണറായി പറയിപ്പിച്ചു. അത് ഏറ്റു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അൻവറിനെ പോലെ പഴയ കോൺഗ്രസ്സുകാരന് UDFലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ. അവിടെയും പരാതിയുണ്ട്, ഘടകകക്ഷികൾക്കും പരാതിയുണ്ട്. അൻവർ കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെക്കുറിച്ച് അവർക്കും പരാതിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിലോ UDFലോ ഈ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. അൻവർ ഇതുവരെ LDF ഇട്ടിട്ടില്ല. വിടുമ്പോൾ നമുക്ക് ആലോചിക്കാം വന്നത്തെ കാര്യം. ഏതാ? അല്ല, അതിനെക്കുറിച്ച് ഇപ്പോൾ പറയണ്ട. അൻവർ പാർട്ടിക്ക് വിധേയനാവുന്നതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റുമ്പോൾ നമുക്ക് അന്നാലോചിക്കാം.